മോഹൻലാലിന്റെ പിറന്നാൾ ദിനം ആഘോഷമാക്കിയാണ് മലയാളികളെല്ലാം. സോഷ്യൽ മീഡിയയിൽ എങ്ങും ഓരോ ആരാധകനും സിനിമാ പ്രേമികളും അതുപോലെ തന്നെ സിനിമയിലുള്ള സഹപ്രവർത്തകരും എല്ലാം മോഹൻലാലിന്റെ പിറന്നാൾ ആശംസകൾ കൊണ്ട് നിറയ്ക്കുകയാണ്. അവരെ ചിരിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പ്രണയിപ്പിക്കാനും ഒക്കെ പഠിപ്പിച്ച മോഹൻലാലിനെ കുറിച്ച് വാതോരാതെ അവർ പറയുന്നു. അപ്പോൾ മോഹൻലാൽ പിറന്നാൾ ആഘോഷിച്ചത് ആദ്യം ആന്റണി പെരുമ്പാവൂരിന്റെ വീട്ടിലായിരുന്നു. മോഹൻലാലിന്റെ പിറന്നാൾ ആഘോഷമാക്കിയായിരുന്നു ആന്റണി പെരുമ്പാവൂരും കുടുംബവും. ആന്റണിയുടെ വീട്ടിൽ വെച്ചായിരുന്നു പിറന്നാൾ ആഘോഷം സംഘടിപ്പിച്ചത്. ആന്റണിയുടെ ഭാര്യ ശാന്തി, മക്കളായ അനിഷ, ആശിഷ് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അനിഷയുടെ ഭർത്താവിന്റെ മാതാപിതാക്കളായ ഡോക്ടർ വിൻസെന്റിനെയും ഭാര്യ സിന്ധുവിനെയും ചിത്രങ്ങളിൽ കാണാം. പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾക്കൊപ്പം എംബ്രാൻ ലൊക്കേഷനിലുള്ള സ്പെഷ്യൽ ഫോട്ടോയും ആന്റണി പെരുമ്പാവൂർ പങ്കുവച്ചിരുന്നു. അമേരിക്കയിൽ വെച്ചുള്ള ചിത്രങ്ങളാണിത്. അതേസമയം പിറന്നാൾ ആഘോഷത്തിന് ശേഷം മോഹൻലാൽ വിദേശത്തേക്ക് പോകുമെന്നാണ് റിപ്പോർട്ടുകൾ വന്നിരുന്നത്. ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന സത്യനന്ദിക്കാട് ചിത്രമായ ഹൃദയപൂർവ്വത്തിന്റെ ചിത്രീകരണം കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. ഇന്നേ ദിവസം ആ ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും അവതരിപ്പിച്ചിരിക്കുകയാണ് മോഹൻലാലും അണിയറ പ്രവർത്തകരും. ഒരു ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റർ തന്നെ പുറത്തിറക്കിയുണ്ടായി. വർഷങ്ങൾക്ക് ശേഷമാണ് മോഹൻലാലും സത്യനന്ദിക്കാടും ഒരു ചിത്രത്തിലൂടെ ഒന്നിക്കുന്നത്. അപ്പോൾ അത് ഇച്ചിരി സ്പെഷ്യലാണ് എല്ലാവർക്കും, അതുപോലെ തന്നെ ആരാധകർക്കും സിനിമാ പ്രേമികൾക്കും. ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. മോഹൻലാലിന്റെ ജന്മദിനത്തിലാണ് പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മോഹൻലാലും മാളവിക മോഹനും സംഗീത് പ്രതാപുമാണ് ഈ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലുള്ളത്. കൈയെഴുത്ത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ചിത്രത്തിന്റെ ടൈറ്റിൽ വന്നിരിക്കുന്നത്. ഇത് മോഹൻലാലിന്റെ എഴുത്തും കൂടിയാണ്, അതാണ് സ്പെഷ്യൽ ആക്കുന്നത്. മോഹൻലാൽ എഴുതിയ അതേ ലെറ്ററാണ് ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ ടൈറ്റിലായി ഉപയോഗിച്ചിരിക്കുന്നത്. ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊപ്പം എന്ന വരികൾക്കൊപ്പമാണ് മോഹൻലാൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ പോസ്റ്റർ ഷെയർ ചെയ്തത്. പോസ്റ്റർ തന്നെ പക്ക ഫീൽ ഗുഡ് ഫീൽ നൽകുന്നു എന്നാണ് കമന്റുകൾ വന്നിരിക്കുന്നത്. ടിപ്പിക്കൽ സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രം തന്നെയാണ് വരാൻ പോകുന്നതെന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പൂർത്തിയായിരുന്നു. അണിയറ പ്രവർത്തകർ തന്നെയാണ് ഈ അപ്ഡേറ്റ് പുറത്തുവിട്ടതും. ഇനി ബിഗ് സ്ക്രീനിൽ കാണാം എന്ന തലക്കെട്ടോടെ സിനിമയുടെ മുഴുവൻ അണിയറ പ്രവർത്തകർക്കുമൊപ്പമുള്ള ചിത്രം മോഹൻലാൽ പങ്കുവച്ചിരുന്നു. ഓഗസ്റ്റ് 28 ഓണം റിലീസായാണ് ഹൃദയപൂർവ്വം തിയേറ്ററിലേക്ക് എത്തുക. ഹൃദയപൂർവ്വം ഒരു ഫീൽ ഗുഡ് സിനിമയായിരിക്കും, എന്നാൽ സത്യേട്ടന്റെ സാധാരണ സിനിമകളിൽ നിന്നൊക്കെ മാറിയ ഒരു കഥയാണ് എന്നാണ് മോഹൻലാലിന്റെ വാക്കുകൾ. ഇതൊക്കെ പ്രേക്ഷകർക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നുണ്ട്. ഒരു ഭാഗത്ത് മലയാളത്തിൽ നിന്നും പിറന്നാൾ ദിനത്തിൽ ഒരു സർപ്രൈസ് നൽകിയിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ചിത്രമാണ്. മറ്റൊരിടത്ത് തെലുങ്കിൽ നിന്നും ഒരു ഗംഭീര സർപ്രൈസ് അവർ മോഹൻലാലിനായി പുറത്തുവിട്ട് കഴിഞ്ഞു. വിഷ്ണു മഞ്ജു നായകനാകുന്ന കണ്ണപ്പ എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ വീഡിയോ പുറത്തുവിട്ടാണ് അണിയറ പ്രവർത്തകർ ആ സ്പെഷ്യൽ മൊമെന്റ് പങ്കുവച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തോട് അനുബന്ധിച്ചാണ് വീഡിയോ പുറത്തുവിട്ടതും. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയിൽ മോഹൻലാലിന് കണ്ണപ്പ ടീം പിറന്നാൾ ആശംസകൾ നേരുന്നുമുണ്ട്. കിരാത എന്ന കഥാപാത്രമായിട്ടാണ് മോഹൻലാൽ സിനിമയിൽ എത്തുന്നത്. പാശുപതാസ്ത്രത്തിന്റെ അധിപനായ പുരാണത്തിലെ കിരാതൻ എന്ന കഥാപാത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മോഹൻലാലിന്റെ കഥാപാത്രത്തെ ഒരുക്കിയിരിക്കുന്നത്. ഈ കഥാപാത്രം 15 മിനിറ്റ് മാത്രമാണ് സിനിമയിലുള്ളതെന്നും എന്നാൽ സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസ് ആയിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രമെന്നും നായകനായ വിഷ്ണു മഞ്ജു കഴിഞ്ഞ ദിവസം ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. മാത്രമല്ല ചിത്രത്തിന്റെ ഭാഗമാകുന്നതിന് മോഹൻലാൽ പണമൊന്നും സ്വീകരിച്ചില്ലെന്നും വിഷ്ണു നേരത്തെ അറിയിച്ചിരുന്നു. മോഹൻലാലിന്റെ വീഡിയോയും പോസ്റ്ററും ഒക്കെ അവതരിപ്പിച്ചാണ് ഇന്നത്തെ ദിവസം അവർ സ്പെഷ്യലാക്കുന്നത്. ഇനിയും ചില സർപ്രൈസുകൾ ആരാധകർ പ്രതീക്ഷിക്കുകയാണ്. മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രമായ ഋഷഭ എന്ന ചിത്രത്തിൽ നിന്നും ഇന്ന് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരാനുള്ള സാധ്യതയെക്കുറിച്ച് അവർ ചിന്തിക്കുന്നുണ്ട്. എന്നാൽ മണിക്കൂറുകൾക്ക് ശേഷം അങ്ങനെ ഒരു അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. ഋഷഭ എന്ന ചിത്രത്തിന്റെ ഒരു മോഷൻ പോസ്റ്ററും അവതരിപ്പിച്ചുകൊണ്ടാണ് മോഹൻലാലും അണിയറ പ്രവർത്തകരും ഇന്നേ ദിവസം എത്തിയത്. ഇത് വളരെ പ്രത്യേകതയുള്ളതാണ്. എന്റെ എല്ലാ ആരാധകർക്കും വേണ്ടി സമർപ്പിക്കുന്നു. കാത്തിരിപ്പ് അവസാനിക്കുന്നു. കൊടുങ്കാറ്റ് വരാൻ പോകുന്നു. അഭിമാനത്തോടും ശക്തിയോടും കൂടി നിങ്ങളുടെ ആത്മാവിനെ ജ്വലിപ്പിക്കുകയും കാലത്തിലൂടെ പ്രതിധ്വനിക്കുകയും ചെയ്യുന്ന ഒരു കഥയായ ഋഷഭയുടെ ഫസ്റ്റ് ലുക്ക് ഞാൻ അനാച്ഛാദനം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മോഹൻലാൽ പോസ്റ്റർ അവതരിപ്പിച്ചിരിക്കുന്നത്. എന്റെ ജന്മദിനത്തിൽ ഇത് അനാച്ഛാദനം ചെയ്യുന്നത് അതിനെ കൂടുതൽ അർത്ഥവത്താക്കുന്നു. നിങ്ങളുടെ സ്നേഹമാണ് എപ്പോഴും എന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് ഋഷഭയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അവതരിപ്പിക്കുകയാണ് മോഹൻലാൽ. ഒപ്പം ഋഷഭ ഒക്ടോബർ 16, 2025 റിലീസാകുന്ന വിവരങ്ങൾ കൂടി അറിയിച്ചിരിക്കുകയാണ്. ഒരു വ്യത്യസ്തമായ പോസ്റ്ററാണ് ഇപ്പോൾ മോഹൻലാൽ അവതരിപ്പിച്ചിരിക്കുന്നത്. മോഹൻലാലിന്റെ ഗംഭീരം ഒരു പാൻ ഇന്ത്യൻ ചിത്രം പ്രതീക്ഷിക്കാം. ഇതൊരു ഹിറ്റായി തന്നെ മാറട്ടെ. അതിനൊപ്പമാണ് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ മലയാളി പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ബർത്ത്ഡേ വിഷ് ഉണ്ട്. മമ്മൂക്ക മോഹൻലാലിന് നേരുന്ന ബർത്ത്ഡേ വിഷസ്. അങ്ങനെ മോഹൻലാലിന്റെ സ്വന്തം ഇച്ചാക്ക ബർത്ത്ഡേ വിഷസ് നേരത്തെ തന്നെ നൽകിയുണ്ടായി. മോഹൻലാലിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ട് മമ്മൂട്ടി പിറന്നാൾ ആശംസകൾ നേർന്നതും പ്രിയപ്പെട്ട ലാലിന് ജന്മദിന ആശംസകൾ എന്നാണ് അദ്ദേഹം ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത്. മലയാളത്തിന്റെ സ്വന്തം മോഹൻലാലിന് 65ാം പിറന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ വലിയ വലിയ ആശംസകൾ കൊണ്ട് നിറയുകയാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഇന്ന് ആഘോഷമാക്കുകയാണ് ആരാധകരും.